ശ്രീമൂലനഗരം മഞ്ഞപ്പെട്ടി ജങ്കാർ സർവീസ് പുനരാരംഭിച്ചു. നാളുകളായി സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ജങ്കാർ സർവീസ് കഴിഞ്ഞ ആഴ്ച നിർത്തലാക്കുകയായിരുന്നു. ജങ്കാറിന് പകരം ഒരു കടത്തുവഞ്ചിയാണ് അധികൃതർ യാത്രയ്ക്കായി നൽകിയത്. കടത്തുവഞ്ചിയിലൂടെയുള്ള യാത്ര വൻ അപകടം വിളിച്ചുവരുത്തുമെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നതിനിടെയാണ് അധികൃതർ ജങ്കാർ സർവീസ് പുനരാരംഭിച്ചത്. ഇവിടെ പതിയിരിക്കുന്ന അപകടത്തെക്കുറിച്ച് വാർത്താവാരം ചൂണ്ടിക്കാട്ടിയിരുന്നു. നിർത്തലാക്കിയിരുന്ന ശ്രീമൂലനഗരം മഞ്ഞപ്പെട്ടി ജങ്കാർ സർവീസ് പുനരാരംഭിച്ചു. ദിനംപ്രതി നിരവധി പേർ സഞ്ചരിക്കുന്ന ജങ്കാർ സർവീസാണ് കഴിഞ്ഞ ദിവസം നിർത്തലാക്കിയത്. തുടർന്ന് ഒരു കടത്തുവഞ്ചിയാണ് അധികൃതർ ഇവിടുത്തെ യാത്രയ്ക്കായി നൽകിയത്. കാലാവധി പൂർത്തിയായപ്പോൾ ജങ്കാർ സർവീസ് ലേലം ചെയ്യുവാൻ ആരും തന്നെ എത്താത്തതിനെ തുടർന്നാണ് ജങ്കാർ സർവീസ് നിന്നുപോയതെന്നാണ് അധികൃതരുടെ വിശദീകരണം. 2 വട്ടം ജങ്കാർ സർവീസ് ലേലത്തിന് വച്ചിട്ടുള്ളതാണ് ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്ത്. ഈ 2 വട്ടവും ഇവിടെ നിലവിൽ നടത്തിക്കൊണ്ടിരുന്ന ജങ്കാറുകാരനോ അല്ലെങ്കിൽ മറ്റുള്ള ജങ്കാറുകാരോ ഈ ലേലത്തിൽ പങ്കുകൊള്ളാൻ വന്നില്ല എന്നുള്ള ദുഃഖസത്യം നിങ്ങളായ നാട്ടുകാരെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതേ തുടർന്ന് ഇവിടുത്തെ നല്ലവരായ നാട്ടുകാർ വാഹനമുള്ളവർക്ക് അപ്പുറത്ത് ശ്രീമൂലനഗരം പാലമുണ്ട്, അതല്ലെങ്കിൽ അപ്പുറം വലിയ കാറുള്ളവർക്ക് അപ്പുറത്ത് പോകാൻ റോഡുണ്ട്, ഞങ്ങൾ കൂലിവേലക്കാരായിട്ടുള്ള കുറച്ച് ആളുകൾ ഇപ്പുറത്ത് താമസിക്കുന്നുണ്ട്, അവർക്ക് കടന്നു പോകാൻ ഒരു വള്ളമെങ്കിലും ഏർപ്പെടുത്തി തരണമെന്നുള്ള നിരന്തരമായ അപേക്ഷയെ തുടർന്ന് പഞ്ചായത്ത് കമ്മിറ്റി ആ അപേക്ഷ പരിഗണിക്കുകയും അത് ചർച്ച ചെയ്യുകയും ഒരു വലിയ വള്ളം ഇവിടെ ഏർപ്പെടുത്തി കടത്ത് നടത്താനുള്ള അനുവാദം കൊടുക്കുകയുണ്ടായി. എന്നാൽ ആലുവ പെരുമ്പാവൂർ ഭാഗങ്ങളിലേക്ക് എളുപ്പത്തിൽ യാത്ര ചെയ്യുവാൻ ഈ ജങ്കാർ സർവീസിനെയാണ് നാട്ടുകാർ ആശ്രയിച്ചിരുന്നത്. സർവീസ് നിർത്തലാക്കിയതോടെ ജനങ്ങളുടെ യാത്രയും ദുസ്സഹമായി. ശ്രീമൂലം പാലം വന്നെങ്കിലും ഈ ജങ്കാറിലൂടെയുള്ള യാത്ര ആളുകൾ സ്ഥിരമാക്കിയിരുന്നു. നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയാണ് ഇതിലൂടെ യാത്ര ചെയ്തിരുന്നത്. കടത്തുവഞ്ചി വൻ അപകടം വിളിച്ചുവരുത്തുമെന്ന് നാട്ടുകാർ ഭയപ്പെട്ടു. ഇതേ തുടർന്ന് വിവിധ കോണുകളിൽ നിന്നും എതിർപ്പുകൾ ഉയർന്നു വന്നിരുന്നു. മണൽവാരൽ മൂലം പുഴയിൽ ആഴം കൂടുതലാണ്. ഇതുമൂലം പലപ്പോഴും വഞ്ചികൾ മറിയുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ജനകീയ പ്രക്ഷോഭങ്ങൾ നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു നാട്ടുകാർ. പുഴയിൽ മണലൊക്കെ വാരിയതിൻ്റെ ഭാഗമായിട്ട് പുഴയിൽ വഞ്ചി ഇറക്കിയാൽ ജനങ്ങൾ അക്കരെ കടത്തുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. അതൊക്കെ ഈ വഞ്ചി എന്നുള്ളത് വളരെ സുരക്ഷിതമല്ല. അതുകൊണ്ട് ജങ്കാർ സർവീസ് തന്നെ നടത്തുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞെങ്കിൽ വഞ്ചിക്ക് മാത്രമാണ് നൽകുന്നത്. വഞ്ചി നടത്തുന്നതിന് വേണ്ടിയിട്ട് 15,000 രൂപയ്ക്ക് ഉറപ്പിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിലേക്ക് പറയുകയും തുടർന്ന് തന്നെ ഈ പ്രസ്തുത വ്യക്തികളുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അതിനുശേഷം വഞ്ചി ഇവിടെ ഇറക്കി പിറ്റേ ദിവസം ഈ കമ്മിറ്റി അംഗീകരിച്ചതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ വഞ്ചി ഇറക്കാൻ ഇവർ വരികയും ഈ നാട്ടുകാരടക്കം വഞ്ചി ഇവിടെ കഴിയില്ല, ഇവിടെ ജങ്കാർ സർവീസ് തന്നെ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ തടയുകയും അതിൻ്റെ ഭാഗമായി ആ തടഞ്ഞ ആളുകൾ മൊത്തം പഞ്ചായത്തിൽ വന്ന് സെക്രട്ടറിയുമായി സംസാരിച്ചപ്പോൾ ഇവിടെ ഇതിനു മുമ്പ് നടത്തിയിരുന്ന വ്യക്തി താൻ തുടർന്ന് നടത്തിക്കൊള്ളാം എന്നുള്ള രീതിയിൽ അപേക്ഷ കൊടുത്തു എന്നറിയുന്നു. ഇവിടെ ജങ്കാർ സർവീസ് ആരംഭിച്ചിരിക്കുകയാണ്. അതിൽ തന്നെ എല്ലാ വാഹനങ്ങളും പഴയതുപോലെ കടത്തിക്കൊണ്ടു പോകാവുന്ന സ്ഥിതി ഉണ്ടാക്കിയിട്ടില്ല. മാത്രമല്ല, കനാൽ പാസില്ലാതെ വഞ്ചിക്ക് അനുവാദം കൊടുത്തിട്ട് ജങ്കാർ സർവീസ് നടത്തുക എന്ന് പറയുമ്പോൾ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒത്തുചേർന്നുകൊണ്ട് ഒരു വലിയ അഴിമതിക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് ജങ്കാർ സർവീസ് നിന്നതെന്നും 2 തവണ ലേലത്തിൽ വച്ചിരുന്നെങ്കിലും ആരും തന്നെ എത്തിയില്ലെന്നും ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KH ഹംസ പറഞ്ഞു. ഇതേ തുടർന്നാണ് സർവീസ് നിന്നുപോയത്. യാത്രക്കാരുടെ ആവശ്യപ്രകാരമാണ് കടത്തുവഞ്ചി ഏർപ്പാടാക്കിയത്. ശ്രീമൂലം പാലം വഴി വാഹനങ്ങൾ പോകുന്നതിനാൽ ജങ്കാർ വഴി പോകുന്ന വാഹനങ്ങളുടെ എണ്ണം കുറഞ്ഞു. ഇതുമൂലം ജങ്കാർ നടത്തിക്കൊണ്ടുപോകാൻ ആരും എത്താതിരുന്നതെന്നും KH ഹംസ പറഞ്ഞു. കടത്ത് നടത്തുന്നതിന് വള്ളം ഇവിടെ മതിയാകില്ല, ആളുകൾക്ക് ജങ്കാർ സർവീസ് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ഇവിടെ പഞ്ചായത്തിന് വന്നിട്ട് അപേക്ഷ കൊടുക്കുകയും ഇവിടെ പ്രതിഷേധ സമരം നടത്തുകയുണ്ടായി. ഇതേ തുടർന്നിട്ട് പഞ്ചായത്ത് കമ്മിറ്റി ഇതേക്കുറിച്ച് പരിശോധിക്കുകയും പഞ്ചായത്തിന്റെ റവന്യൂ വരുമാനമല്ല വലുത്, ജനങ്ങളുടെ സുരക്ഷയും ജനങ്ങളുടെ ജീവിതവുമാണ് വലുതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കടത്ത് നടത്താൻ ഏർപ്പെടുത്തിയ ആളുകളെ കൊണ്ട് തന്നെ അതിൽ ജനങ്ങൾക്ക് പോകാൻ തക്കവിധത്തിൽ 2 വള്ളം കൂട്ടിക്കെട്ടി ചെങ്ങാട് സർവീസാക്കി നടത്തുന്നതിന് അദ്ദേഹത്തിന് അനുവാദം കൊടുക്കുകയും സർവീസ് നടത്തുമെന്ന് പഞ്ചായത്തിന് ഉറപ്പ് തന്നിട്ടുള്ളതുമാണ്. ജങ്കാർ സർവീസ് പുനരാരംഭിച്ചതോടെ ജനങ്ങളുടെ യാത്ര സുഗമമായിരിക്കുകയാണ്.